മോഹനേട്ടൻ നന്നായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല കൈയടക്കത്തോടു കൂടി സാധനം ചെയ്യുന്നത്. ഭയങ്കര രസത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടാണ് ചെയ്തത്. വെരി പ്രൗഡ് ഓഫ് അതിനാണ് മനപ്പരുത്തെന്ന് പറയുന്നത്. അതെ നമ്മള് സ്റ്റാർട്ടിങ് ഇപ്പം ഒക്കെ കണ്ട് ഉള്ള ഒരു കാര്യമേ അല്ല. ആക്ച്വലി ലാസ്റ്റ് ഒരുപാട് റിവീലാവുന്നത്. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വിനീതും മോൻജോട്ടൊക്കെ അടിപൊളി. വെരി ഹാപ്പി. വിനീതേട്ടൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അത്ര അടിപൊളിയായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ ഇങ്ങനെ ഒരു രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ടാവുന്നത്. എന്നാലും ചേച്ചി അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഫാമിലിയായിട്ട് വന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. വിനീതേട്ടൻ നല്ല രസമായിട്ടുണ്ട്. പിന്നെ മോഹനേട്ടൻ്റെ എല്ലാ പടങ്ങളും പോലെ തന്നെ ഇതൊരു ഹിറ്റ് ആവട്ടെ. കോമഡിയാണ്, ഫൺ മൂഡ് പടമാണ്. നന്നായിട്ടുണ്ട്. നല്ല കോമഡിയാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു സിനിമ നമുക്ക് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പടം വിജയിക്കും, ഷുവറാണ്. അതിപ്പോൾ കണ്ട് ഇറങ്ങിയുള്ളൂ. മനസ്സ് നിറഞ്ഞൊന്ന് ചിരിക്കാൻ പറ്റി കുറേ നാളുകൂടി. എപ്പോഴും ടെൻഷനും അങ്ങനെയൊക്കെയുള്ള പടങ്ങളെല്ലാം പല പല ഡിഫറെൻറ്റ് ജോണേഴ്സാണ്. കുറേ നാളുകൾക്കുള്ളിലാണ് ഇങ്ങനെ ഒരു കോമഡി പടം കാണാനും അതിരുന്ന് ആസ്വദിക്കും. പിന്നെ വിനീത് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ആ ഒറിജിനാലിറ്റി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. പിന്നെ കോ ആക്ടേഴ്സ് എല്ലാം രസമായിട്ടുണ്ട്. മൃദുലിൻ്റെ ക്യാരക്ടർ ഭയങ്കര രസം. പിന്നെ പുതിയ പുതിയ കുറേ താരങ്ങൾ വന്നിട്ടുണ്ട്. സൈനോര വന്നിട്ടുണ്ട്. അതിലുപരി ഇതിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് അതിൻ്റെ ഒരു ഡയറക്ഷൻ വൈസ് ഒക്കെ നല്ല രസമുണ്ട്. വളരെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിലൊരു രസമുണ്ട്. എൻജോയ് ചെയ്യാൻ നല്ല ഒരു പടം കിട്ടി നമുക്ക് ഈ സമയത്ത് എന്നുള്ളതാണ് എനിക്ക് സന്തോഷം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ക്രൗഡിനോട് ഇരുന്ന് കാണാനാണ്. അപ്പം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല. ഇന്നാണ് കണ്ടത്. അപ്പം ഒരുപാട് സ്ഥലത്ത് ചിരിച്ചു. അവസാനമാകുമ്പോൾ ഒരു ഫീൽ കിട്ടി. സോ ഹാപ്പിയാണ്. വെയിറ്റിംഗ് ഫോർ ഓഡിയൻസ്. കാണുന്ന പ്രേക്ഷകർ വിനീതേട്ടൻ്റെ വിളയാട്ടമാണ് സിനിമ. അതെ വിനീതിൻ്റെ നമ്മൾ സ്ഥിരം കാണുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള വിനീത് ശ്രീനിവാസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. സോ അതിൻ്റേതായിട്ടൊരു പുതുമ സിനിമയൊക്കെ ഉണ്ട്. നമ്മൾ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രൂപമുണ്ട്. കാരണം അയാൾ മുമ്പ് ചെയ്ത സിനിമകളും അയാൾ മുമ്പ് അഭിനയിച്ച സിനിമകളും പുള്ളിയുടെ ഒരു ബേസിക് ക്യാരക്ടറും ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു ന്യൂ അവതാർ ഓഫ് വിനീത് ശ്രീനിവാസനാണ്. ഭയങ്കര സന്തോഷം തോന്നി. കാരണം വെച്ചാൽ ഒരു മേക്കർ ആണെങ്കിലും ഒരു ആക്ടർ ആണെങ്കിലും സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ്സ് വെരി ക്ലോസ്. അപ്പം രണ്ടിനും ഒരേ ടെൻഷനാണ്. സോ ആ ഒരു ടെൻഷൻ ഓവർകം ചെയ്തെന്ന് തോന്നി. ഇപ്പം സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കുറച്ച് എനിക്ക് ചിരിച്ചിട്ട് ഇന്റർവൽ ബ്ലോക്കിൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് ചിരിച്ചിട്ട്. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തം ക്യാരക്ടർ ഞാനല്ലോ ഓപ്പറേഷനല്ലേ വിലയിട്ടുണ്ട്. ഡബ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. കുഴപ്പമില്ല, ചെയ്യണം, ഇനിയും ചെയ്യണം. ശരിക്കും കേരളത്തിലെ പെണ്ണിട്ട പാടാണ് അത്ര. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ചിലപ്പോൾ പാടായിരിക്കും കഴിക്കാൻ നടക്കുന്നവർക്ക്. ഇല്ല ഇതുവരെ ഓടിയിട്ടില്ല. ആ ഒരു സ്റ്റേജിലേക്ക് പോയിട്ടില്ല. നടക്കട്ടെ. കല്യാണം അതിന്റെ പഠിക്കാൻ പെൺകുട്ടികളോ? പിന്നെ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ജീവിച്ച ആളാണ്. അപ്പം അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും എനിക്ക് 30 കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. ചിലപ്പോൾ ഉണ്ടാവായിരിക്കും. ഇങ്ങനെ ജാതകം നോക്കുമ്പോൾ ഞാനൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അപ്പം ജാതകം നമ്മളൊക്കെ വീട്ടിലൊക്കെ എന്ത് ചെയ്യുമ്പോഴും ജാതകം നോക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാവും. എല്ലാം കൂടി ഒത്തുവരുന്നതാണല്ലോ കല്യാണം ഇസ് നോട്ട് ജസ്റ്റ് 2 people getting married, it's 2 families getting together. സോ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. താങ്ക് യു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പടം കാണാം കേട്ടോ. പടം ഒരു വൺ ഡേ വാച്ച് മൂവിയാണ്. അത്യാവശ്യം ചിരിക്കാനുണ്ട്. ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. വിനീത് ശ്രീനിവാസൻ്റെ ഒരു പെർഫോമൻസ്, പുള്ളിയുടെ ഒരു എന്താ പറയുക, പഴയ ശ്രീനിവാസൻ്റെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വേ ഓഫ് സ്റ്റൈൽ തന്നെയാണ് വിനീത് ശ്രീനിവാസൻ ചെയ്തേക്കുന്നത്. ഇത് കോമഡി ഉണ്ടെങ്കിലും പലർക്ക് റിലേബിൾ ആയിരിക്കും. പ്രസന്റ് ലൈഫിൽ നടക്കുന്ന ഒരു പെണ്ണ് കിട്ടാത്ത നമ്മുടെ തന്നെ കൂടെ ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് ഒരു അത്യാവശ്യം ഇരിക്കാനുള്ള പടമാണെങ്കിൽ എനിക്ക് തോന്നുന്നു റിലേബിൾ ആയതുകൊണ്ട് കരച്ചിൽ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്.
ജാതകം ശരിയായാലും നല്ല ജോലി ഉണ്ടെങ്കിലും ഓരോരുത്തരുടെ കണ്ടീഷൻസ് അവർ വെക്കുന്ന ഇതിൽ വിനീത് ശ്രീനിവാസൻ്റെ കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരാളെ കിട്ടണമെന്നില്ല എന്നാണ് പടം പറഞ്ഞു പോണത്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഡേ വാച്ച് മൂവിയാണ്. അത്യാവശ്യം ചിരിക്കാനുണ്ട്. വിനീത് ശ്രീനിവാസൻ പെർഫോമൻസ് ഉണ്ട്. വന്നു പോയേക്കുന്നവരെല്ലാവരും തകർത്തിട്ടുണ്ട്. ഉറപ്പുണ്ടോ?